അത്യാവശ്യത്തിന് പൈസ ഒപ്പിച്ച് വെക്കുകയും ചെയ്യും. ഇങ്ങേരുതാ ഇതുപോലെ മോഷ്ടിച്ചോണ്ട് പോവുകയും ചെയ്യും. ഇവിടെ ഉണ്ടായിരുന്ന എന്റെ കവലമ്മ ചേച്ചി, നിങ്ങളാണ് ഈ ആലോചന കൊണ്ടുവന്നത്. എന്തോ നല്ല ചെറുക്കനാണ്, സ്റ്റീലിന്റെ ബിസിനസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആക്രി കച്ചവടക്കാരനെ കൊണ്ട് എന്നെ കെട്ടിച്ചത്. പറഞ്ഞിട്ട് എന്ത് കാര്യം? പെണ്ണിന് പകരം ആക്രിയെ സ്നേഹിച്ചവനെന്ന് വണ്ടിയിൽ എഴുതി വെച്ചോണ്ട് നടക്കുന്ന ഒരു ഭർത്താവ്. പറഞ്ഞിട്ടും കാര്യമല്ല എന്റെ തലവിധി. പക്ഷെ ഇന്ന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടലപ്പ, നിങ്ങള് ഞങ്ങളെ കൂടെ ഇഷ്ടപ്പെടണപ്പ. ഒരു അമ്മ പറ്റത് പോലെ എല്ലാരും അങ്ങനെ തന്നെയാ. ഒരു യുദ്ധഭൂമിയിലോട്ട് കേറാൻ പോവാ, കൈയടിച്ച് കേറ്റിക്കോണം. അതിനു മുമ്പുള്ള ചെറിയൊരു സന്തോഷമാണ് നിങ്ങളിപ്പോ കണ്ടത്. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ആ നാടൻ പാട്ടിലെ ചക്കിപ്പരുന്തൊന്ന് കളിച്ചു കഴിഞ്ഞെങ്കിൽ ഇങ്ങോട്ടൊന്ന് വാ. എന്റെ പൈസ എടുത്തോണ്ട് നിങ്ങൾ എങ്ങോട്ട് മുങ്ങി മനുഷ്യ? അതിന്റെ അച്ഛൻ ഉത്സവത്തിന് വന്ന് ആനയ്ക്ക് വെള്ളം കൊടുത്ത് അതിന്റെ പൈസ കൊടുക്കാൻ പോയാ. ആനയ്ക്ക് വെള്ളം കൊടുത്ത 25,000 രൂപ കൊടുക്കണോ? അച്ഛൻ ഉത്സവത്തിന് തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവന്ന് ഇലക്ട്രിക്കാനെ തുമ്പിക്കാത്തൂടെ ഓസിട്ട് വെള്ളം അടിച്ചു കൊടുത്ത് അതവിടെ നിന്ന് പുകയുക. അവസാനം നിന്റെ അച്ഛനെ കമ്മറ്റിക്കാരി പിടിച്ച് കെട്ടിയിട്ട് 25,000 രൂപ കൊടുത്താലേ വിടത്തോളം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പൈസ കൊടുക്കാൻ പോയതാ. അതൊക്കെ പോട്ടെ, നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും ഒരു വിചാരം ഉണ്ടോ മനുഷ്യ? ഇടി, നീ അങ്ങനെ മാത്രം പറയരുത്. നിന്നെ കുറിച്ച് വിചാരം ഉള്ളോണ്ടല്ലേടി ഞാൻ എന്റെ സ്ഥാപനത്തിന് നിന്റെ പേരിട്ടത്. വളരെ നല്ല പേര്. എത്ര ദിവസം കൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണേ എന്നെ എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ കൊണ്ടുപോയ. നിങ്ങളെ കൊണ്ടുപോയാ? എടി, കഴിഞ്ഞ വർഷം നീ ഞാനുള്ള പളഞ്ഞി പോയി ഇവിടുത്തേക്കുള്ള സാധനം എല്ലാം മേടിച്ചത്. ഈ പറയുന്ന കേട്ടാ നിങ്ങൾ വിചാരിക്കും എന്നെ എല്ലാരെയും വിളിച്ച് ടൂറിസ്റ്റ് ബസ്സിലാ കൊണ്ടുപോയത്. എന്നാ അല്ല, ഇവിടെ നിന്ന് പഴനിയിലോട്ട് ആക്രി കൊണ്ടേ ലോറിയിലെ ബാക്കില് ചാക്കിട്ടിരുത്തിയാണ് എന്നെ പഴനി വരെ കൊണ്ടുപോയത്. ഇതുപോലെ പൈസ ലാഭിക്കും ഒരു പിശുക്കൻ. ആണടി, ഞാൻ പിശുക്കൻ തന്നെ. ഞാൻ അങ്ങനെ പിശുക്കിയായി കാണുന്നല്ലോ ഉണ്ടാക്കിയത്. എന്തുണ്ടാക്കിയെന്നാ ഈ പറയുന്നത്? നിങ്ങൾ കേൾക്കണം. ഞാൻ ഇയാളടുത്ത് പറഞ്ഞ് എനിക്കൊരു ഡബിൾ ഡോറിന്റെ അലമാര വാങ്ങിച്ചു തരേ. ഇങ്ങനെ എന്താണെന്നറിയാമോ? എങ്ങാണ്ട് ചെന്നൊരു സെക്കൻഡ് ഹാൻഡിന്റെ പാട്ട ഫ്രിഡ്ജ് മേടിച്ചോണ്ട് വന്ന് അതിന്റെ ഡോറിന് ബ്ലേഡ് വെച്ച് 2 ആഴ്ച കീറി ഡബിൾ ഡോർ ആക്കി തന്ന മനുഷ്യനാണ് ഈ നിൽക്കുന്നത്. വീട്ടിന്റെ അകത്ത് കയറി നോക്കിയാ പിള്ളേരെ നിക്കറൊക്കെ ഇപ്പൊ ഫ്രീസറിന്റെ അകത്താണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് എന്താണ് നമ്മുടെ മക്കൾ നിക്കറിടുമ്പോ അവര് കൂളായിട്ട് നടക്കുന്ന കണ്ടില്ലേ? എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ. പിന്നെ അടുത്ത മാസം എന്റെ മാമന്റെ മോന്റെ കല്യാണമാ. അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഞാൻ വരത്തില്ല കല്ലുപ്പന്റെ മോന്റെ കല്യാണത്തിന്. കല്ലുപ്പനാ? നിങ്ങൾ പണ്ട് നടന്നേക്കാൻ മറന്നു കള. മറക്കണോ ഞാൻ? നിങ്ങൾ കേൾക്കണം. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് അവളുടെ അമ്മാന്റെ കാല വീട് തൊട്ട് കഴിഞ്ഞ് പൊങ്ങിയപ്പോഴത്തേക്കും ഇവളുടെ അമ്മാവനങ്ങ് സ്നേഹം കൂടി. മക്കൾക്ക് പനിയുണ്ടോടെ നോക്കണേന്ന് പറഞ്ഞ് അവളെ ആ നെറ്റി തൊട്ട് 2.5 പവന്റെ നെറ്റിച്ചൂട്ടിയാണ് ആ ചൂരത്തലയിൽ അടിച്ചു മാറ്റിയത്. അത് ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ വരത്തില്ല രാമച്ചൻ തലേ വെച്ചവന്റെ മോന്റെ കല്യാണത്തിന്. നീ അങ്ങ് പോയാ മതി. എനിക്ക് വയ്യ. അപ്പുറത്തെ വീട്ടിലെ രമണി എന്റെ കൂടെ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നതാ. എന്ത് കാര്യം? അവർക്ക് എല്ലാ ഭാഗ്യമുണ്ട്. TV ഉണ്ട്, കാറുണ്ട്, ഫ്രിഡ്ജുണ്ട്. എനിക്കതൊന്നുമില്ല. അതല്ല ഇവിടെ ഇല്ലേ? അയ്യോ, നാട്ടുകാർ എറിഞ്ഞിട്ട് പോയ സാധനമല്ല, അവക്ക് പുതിയതാണുള്ളത്. നിങ്ങളടുത്തൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. എന്നാ നീ എന്റെ അടുത്ത് ഒന്നും പറയണ്ട. നീ അടുക്കളയിൽ പോയി പെട്ടെന്ന് ഒരു ചായ ഇങ്ങോട്ടോണ്ട് പോവാ. നിങ്ങൾ ഇവിടെ ചായം കുടിച്ചോണ്ടിരുന്നോ? ഇന്നലെ ഞാൻ പാലസിന്ന് എടുത്തോണ്ട് വന്ന ചാക്ക അതിവിടെ തുറന്ന് അതിൻ്റെ അകത്ത് എന്തുവന്ന് നോക്കാൻ സമയമില്ല. അവക്ക് കാണ്ടാവിന്റെ വീട്ടിൽ എന്തുവാ നടക്കുന്നത്, രാധയുടെ വീട്ടിൽ എന്തുവാ നടക്കുന്നത്, രമണിയുടെ വീട്ടിൽ എന്തുവാ നടക്കുന്നത്, അതെല്ലാം കാണാനാ. പിന്നെ ഇവളെ കെട്ടിക്കൊണ്ട് എനിക്കൊരു ഗുണമുണ്ടായി. ഞങ്ങളുടെ വീട്ടിൽ CCTV വെക്കേണ്ട ആവശ്യമില്ല. കാണ്ടാവിന്റെ വീട്ടിലെ എല്ലാ കാര്യവും ഇവിടെ ഉള്ളവർക്കറിയാം. എന്താ വാതി ഈ ചാക്കിൻ്റെ അകത്ത് നോക്കട്ടെ. അയ്യോ, ഇത് ഞാൻ എവിടെ കണ്ടാണല്ലോ. ഇതറിക്കുമ്പോഴല്ലേ ഭൂതം വരുന്നത്, നമ്മൾ ചോദിക്കുന്ന സാധനങ്ങളൊക്കെ തരുന്നത്. ഭൂതൊന്നും കൂടെ വിളി. അയ്യോ ദൈവമേ, നിന്നെ ഭൂതം വിളിച്ചല്ല. പിന്നെ ഇത് കണ്ട? അയ്യേ, തുപ്പുന്ന കോളാമ്പി. എടി, തുപ്പുന്ന കോളാമ്പി അല്ല. പിന്നെ ഇത് നീ കഥയൊന്നും കേട്ടത്തില്ലേ? വിളക്ക് ഉരയ്ക്കുമ്പോ ഭൂതം വരുന്നത് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ തരുന്നതും ആണോ? ഞാൻ എപ്പോഴും കേട്ടു. ഞാൻ ഒരിക്കും. നീ കൊണ്ട് ഒരാ. യോ, പാത്രം വരയ്ക്കുന്ന പോലെ ഇട്ടൊരയ്ക്കാതെ അത് തേഞ്ഞു പോവും. അതൊന്ന് മയത്തിലൊരാ. ഭൂതം മണ്ണാങ്കട്ട ഒന്നുമില്ല. ഓരോ ആക്രി തട്ടി പോയിട്ട് ഇറങ്ങിക്കോളും. ഇനി ഇത് കേറുവാൻ തോന്നുന്നു. അതെന്ത്? നമ്മൾ പറഞ്ഞ കൗണ്ടർ ആരാണ്ട് കേട്ട അതിന്റെ ഇടയ്ക്കൊന്ന് നല്ല
ചിരി അതാ അവിടെ ഇവിടെ. ആരാ? ഞാൻ ഭൂതം. ഇത്രയും നാൾ ഞാൻ ഈ സാധനത്തിന്റെ അകത്തായിരുന്നു. പിന്നെ നിങ്ങളെ വിളിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. ഇന്നത്തെ തൊട്ട് ഞാൻ നിങ്ങളുടെ അടിമയാണ്. കണ്ടാടി ഇതാടി ഭൂതം. അലമ്പാന. അയ്യോ, നിങ്ങളെക്കാട്ടിലും വലിയ അലമ്പനാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ടൊന്നും നടക്കൂല നിങ്ങളെ പോലെ കേട്ടോ. എടീ, അത് അലമ്പനാന്ന് വെച്ച അവരുടെ ഭാഷ. നീ എന്നെ താക്കാല, നീ എന്നെ നോക്കാം. അവൻ എന്തോ പറഞ്ഞു, നമ്മൾ ചോദിക്കുന്നതൊക്കെ തരുമെന്നല്ലേ പറഞ്ഞേ. ചേട്ടാ നമുക്ക് വീട് ചോരി വന്നടനെ വീഡിയോ വയ്ക്കാൻ പഞ്ചായത്ത് മെമ്പർ അല്ലേ വന്നിരിക്കുന്നത്, മനസ്സിലായോ? മനസ്സിലായി. എന്നാ പിന്നെ നമുക്ക് ഇല്ലാത്തൊരു സാധനം അങ്ങ് ചോദിക്കാം. നിനക്കില്ലാത്തൊരു സാധനം ചോദിക്കട്ടെ. എന്തോന്ന്? ബുദ്ധി. എന്നാ പിന്നെ രണ്ടാൾക്ക് പറയേണ്ടി വരും. എന്തിനാടി? നിങ്ങൾക്കും ഇല്ലല്ലോ. അതെന്തോടെ അങ്ങനൊരു പറച്ചില്? ഓ, നമുക്കിപ്പോ എന്തോ ചോദിക്കാൻ പറ്റും. ചോദിക്കാം. നമ്മൾ പറയണൊക്കെ ഇയാൾ ഇതുപോലെ കേക്കൂ? അതൊക്കെ കേൾക്കും. എനിക്ക് വിശ്വാസമില്ല. എടി, അവൻ വന്നടനെ അടിമയെന്നല്ലയോ പറഞ്ഞേ? വിശ്വാസം ഇല്ല. ഏയ് ഭൂതം, നീ വന്നാണ്. ഞാൻ പാത്രം എടുത്തേ. എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചേ. ചേച്ചിയെ കെട്ടിപ്പിടിക്കണോ? അത് വേണ്ട, ചേച്ചിയെ കെട്ടിപ്പിടിക്കണോന്ന്. ഭൂതമേ ഞങ്ങൾക്കൊരു 2 ഇല വീടുണ്ടാക്കി തരുമോ? അയ്യോ ചേട്ടാ, 2 ഇല വീട്. വാ പോവാ. എന്ന് കയറിക്കോട്ടെ, ചെവിക്ക് പിടിച്ച് വെളിയിലിടും. അതെന്ത്? അതാ ഷാജോൺ ചേട്ടന്റെ വീടാ. അയ്യോ, ആരെങ്കിലും വീട് കാണിച്ചു തരാനല്ല, നമുക്ക് സ്വന്തമായിട്ടൊരു 2 നില വീട്. വീട് വേണ്ടടി, വീട് നമുക്ക് താമസിക്കാനേ പറ്റത്തുള്ളൂ. നമുക്ക് ഇങ്ങനെ റൈഡ് പോവാനൊക്കെ ഒരു വണ്ടി, കാർ വേണ്ട, നമുക്ക് ബുള്ളറ്റ് മതി. ബുള്ളറ്റ് ഇങ്ങനെ ഗമയിൽ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരുന്ന് അങ്ങ് പോവാം. എന്നിട്ട് വേണം ആ രമണിയെ എനിക്കൊന്ന് കാണിക്കാൻ. ഒരു സ്കൂട്ടർ മാറ്റുന്നുണ്ട് അവർക്ക്. എന്തായാലും ഗമ. പിന്നെ ഭൂതമേ, ഞങ്ങൾക്ക് ബുള്ളറ്റ് മതി കേട്ടോ. അത് ബ്ലാക്ക് കളർ ബുള്ളറ്റ് മതിയേ. എനിക്ക് ബ്ലാക്കിനോടാണ് ഏറ്റവും താല്പര്യം. ചേട്ടാ, നമ്പർ ഓർത്ത് വെച്ചു, 007. നിങ്ങൾ മേടിച്ചു വെക്കണേ ഭൂതമേ. കൊടുക്കണേ ഭൂതമേ. ഞാനൊന്ന് റെഡി ആയിട്ട് വരാം. അതെ, ഞാൻ ആ കൈ നീട്ടി ബുള്ളറ്റ് വരച്ചു. ഇല്ല, ബുള്ളറ്റ് വരച്ചോളൂ. ഇല്ലെന്ന്. ഇതെന്ത് പരിപാടി? ഇങ്ങനെ കൈ കറക്കി കാണിക്കും. ബുള്ളറ്റ് വരച്ചില്ലേ? ബുള്ളറ്റ് വരച്ചു. ഇല്ലെന്ന്. ഇവമേര് ഭൂതം നിന്ന് കിണുങ്ങുന്ന കണ്ടോ? ബുള്ളറ്റ് വരച്ചു. ഇല്ലെന്ന്. ബുള്ളറ്റ് വരച്ചോളാം മര്യാദക്ക്. എന്നാ ഞാൻ ഒരു സത്യം പറയട്ടാ. ഇത്രയും വർഷം ഓരോരുത്തരും വരച്ചൊരച്ച് അവർക്ക് വേണ്ട സാധനങ്ങളും കൊടുത്ത് എനിക്കിപ്പോ ഒരു കഴിവും ഇല്ല. കഴിവില്ല, നീ ഭൂതമല്ല, നീ കിഴങ്ങൻ. അതെ. ദൈവമേ, അകത്തൊരു സാധനം ഒരുങ്ങാൻ പോയേക്കുവാ. ഇനി വരുമ്പോ എന്തൊക്കെ നടക്കുമെന്നറിയാവോ? ബുള്ളറ്റ് കിട്ടിയില്ലെങ്കിൽ നീ തിരിച്ചാണ്ടിരുന്നോ? നിന്നെക്കാട്ടി വലിയ ഭൂതമായി ഇനി വരാൻ പോകുന്നത്. ദൈവമേ, നിനക്കൊരു കഴിവില്ലെന്ന് എങ്ങനെയാണ് അവളെടുത്ത് പറയാൻ? ടീച്ചറാ, യോ താണ്ടടാ വരുന്നു. ചേട്ടാ, ബുള്ളറ്റ് എവിടെ ചേട്ടാ? ഷോറൂമിലുണ്ട്. അയ്യോ, അതൊന്നും ഇവിടെ വരാത്ത? പൈസ കൊടുത്താൽ ഇങ്ങോട്ട് വരും. അപ്പൊ ഭൂതം വിളിച്ചു വരുത്തണ്ടേ? ഭൂതം വിളിച്ചു വരുത്തും. എടി, ഒരു കഴിവില്ലാത്ത ഭൂതത്തിനെയാണ് നമുക്ക് കിട്ടിയത്. അയ്യോ, നമ്മളിപ്പോ എന്തോ ചെയ്യും മനുഷ്യ? ആന്റിനെ തലേ വെച്ചവനെ കേറാനില്ല വിളക്കിന്റെ അകത്ത്. അയ്യോ, എനിക്ക് തിരിച്ചു കയറാൻ പറ്റൂല. നിങ്ങളല്ലേ എന്നെ വിളിച്ചു വരുത്തിയത്. ഇനി എനിക്ക് ഉള്ള എല്ലാ കാര്യങ്ങളും നോക്കണം. ഫുഡ് വേണം, കാർ വേണം, വീട് വേണം, എല്ലാം നിങ്ങൾ എന്നെ തരണം. നിങ്ങളെ പിശുകിന് നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം മനുഷ്യ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.